ഈ വർഷം പിറന്നപ്പോൾ തന്നെ എത്ര പേരുടെ ജീവൻ കവർന്നു ഈ വന്യമൃഗങ്ങൾ. ആ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നഷ്ടപരിഹാരം നൽകി അത് അവസാനിപ്പിച്ച് പോകുന്ന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ അത് പ്രായോഗിക തലത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ചർച്ചകൾക്ക് തുടർച്ചയുണ്ടോ? എത്രയോ ആക്രമണങ്ങളും എത്രയോ പേരുടെ ഉപജീവന മാർഗങ്ങളും അസ്തമിക്കപ്പെടുന്നു. നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം, നമ്മൾ ദൂരേക്ക് ഇരുന്ന് നമ്മുടെ വീട്ടിലേക്ക് ആകസ്മികമായിട്ട് അപ്രതീക്ഷിതമായി ഒരു നായി കടന്നു വന്നാൽ പോലും, ഒരു നായ കടന്നു വന്നാൽ പോലും നമുക്കുണ്ടാകുന്ന ആശങ്ക, ഭീതി ഒക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇതുമായി ദൈനംദിനം പൊരുതിക്കൊണ്ടിരിക്കുന്ന, മല്ലിടുന്ന ആ ജനവിഭാഗത്തിൻ്റെ വിങ്ങൽ എത്രത്തോളം വലുതാണെന്ന് ഓർക്കണം. കടുവയെ കണ്ടു, അവിടെയുള്ള ആളുകൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പോലും സ്കൂളിൽ ഈ പരീക്ഷാകാലത്ത് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ശാശ്വതമായി ഇടപെടലുണ്ടാകണം. വനം വകുപ്പ് മന്ത്രി കാര്യങ്ങൾ പതിവ് പോലെ പറഞ്ഞ് ഒഴിഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കുകയല്ല വേണ്ടത്. അതുകൊണ്ട് നമ്മോടൊപ്പം രണ്ട് അതിഥികൾ കൂടി ചേരുന്നുണ്ട്. മൃഗസ്നേഹിയായിട്ടുള്ള MN ജയചന്ദ്രനും ഒപ്പം തന്നെ പ്രദേശവാസി, കണ്ണൂരിൽ പ്രദേശത്ത് കടുവ ഉള്ള പ്രദേശത്തെ വ്യക്തിയാണ് ജോസഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ MN ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ ജയചന്ദ്രൻ, ശാശ്വതമായൊരു പരിഹാരമാണ് വേണ്ടത്. കാരണം മൂന്നാറിനെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ് ഈ അക്രമങ്ങൾ, വന്യജീവികളുടെ ഇടപെടലും കടന്നുവരവൊക്കെ അവർ ദൈനംദിനം അവർ നേരിടേണ്ടി വരുന്ന അവസ്ഥയാണ്. പടയപ്പ ഇപ്പോഴിത് അവിടെ വന്ന് ആക്രമണം നടത്തി, നമുക്ക് അവിടേക്കുള്ള കച്ചവട സ്ഥാപനങ്ങളും വീടുകളുടെയൊക്കെ സ്ഥിതി അറിയാമല്ലോ, ചെറിയ രീതിയിലുള്ള സംവിധാനങ്ങൾ, അതുകൊണ്ടാണ് അവർ ഉപജീവന മാർഗം തേടുന്നത്. അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാകുമ്പോൾ അവർക്ക് വേണ്ടുന്ന നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നില്ല. അതിനൊക്കെ കാത്തിരിക്കേണ്ട അവസ്ഥ, നൂലാമാലകളൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് എന്ത് പരിഹാരമാണ് ഈ വിഷയത്തിൽ വേണ്ടത്? പരിഹാരം പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ തന്നെ ഇപ്പം ഈ വാർത്ത പറയുമ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞു, അനധികൃതമായ കയ്യേറ്റങ്ങൾ നടത്തി പണിതിരിക്കുന്ന കടകളാണ് പൊളിച്ചിരിക്കുന്നത് പടയപ്പ എന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ പടയപ്പയ്ക്ക് ഒരു അവാർഡല്ലേ കൊടുക്കേണ്ടത്? കാരണം ഇവിടെ കളക്ടറും പോലീസും റവന്യൂ ഫോറസ്റ്റ് അധികാരികൾ ചെയ്യേണ്ട പണിയല്ലേ പടയപ്പ ചെയ്തത്? ഒരു ശമ്പളവും മേടിക്കാതെ അനധികൃതമായ കയ്യേറ്റങ്ങൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പം ഇന്നലെ നിങ്ങൾ പറഞ്ഞ ആ കട ഇരിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. എവിടെയാ? നമ്മുടെ എക്കോ പോയിന്റിനടുത്ത് ഈ സാധാരണ ഈ ആന ഇറങ്ങിപ്പോകുന്ന വഴിക്കാണ്. ഇന്നലെ അവിടെ വരുമ്പോൾ പുതിയതായിട്ട് പഴക്കച്ചവടം നടത്തുന്ന ഒരു കട തുടങ്ങിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്നിടത്തേക്ക് ആന ആകർഷിക്കപ്പെടും. അതോടൊപ്പം തന്നെ അത് നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയിൽ പെട്ടെന്നൊരു കട പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് തട്ടി നീക്കി എന്നുള്ളതല്ലേ എൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ കടയോട് അക്രമം കാണിച്ചതല്ലല്ലോ. അതിൻ്റെ വഴി തടസ്സപ്പെടുത്തി നടത്തിയ ഒരു അനധികൃതമായ കയ്യേറ്റം അത് പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ അവിടെ കുറ്റവാളി ആരാണ് എന്ന് നിഷ്പക്ഷമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. കാരണം അനധികൃതമായ കയ്യേറ്റങ്ങളാണ് പൊളിച്ചത് എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന പടയപ്പ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഫോറസ്റ്റും പോലീസും റവന്യൂ വകുപ്പും വനം വകുപ്പും ഒക്കെ ചെയ്യേണ്ട പണിയാണ് ചെയ്യുന്നത്. നമുക്കൊരു സങ്കീർണമായ ഒരു വിഷയമാണ്, അത് പോളിസി ബേസ്ഡ് ആണ് ഒരു ഇഷ്യൂ. കാരണം അവിടുത്തെ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടും അനധികൃത ഇവരുടെ ഉപജീവന മാർഗം അറിയാൻ പറ്റും. നമുക്കത് സങ്കീർണമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് നൂലാമാലകളും വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജീവനാണ്, മനുഷ്യ ജീവൻ എത്ര നാൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നീങ്ങേണ്ടി വരും എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞത് ഇടുക്കിയുടെ മാത്രം ഒരു പ്രശ്നമല്ല, മലയോര മേഖലയിലെ പൊതുവേ ഒരു വിഷയമാണ്. അപ്പോൾ സർക്കാർ മലയോര മേഖലയിലെ വിഷയമൊന്നും പറയേണ്ട കാര്യം അല്ലല്ല. ഞാൻ ചോദിക്കുന്നത്, മിനിഞ്ഞാന്ന് നടത്തിയ ഒരു കയ്യേറ്റം പൊളിച്ചു കളയാൻ അവിടുത്തെ അധികൃതർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അധികൃതരുടെ കൈകൾ ആരോ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ആ വിഷയത്തോടുള്ള ആത്മാർത്ഥതയാണ് ഇത് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. ഇനിയും നമ്മൾ ലൂസാക്കി വിട്ടാൽ കൂടുതൽ ഇതേപോലുള്ള അപകടങ്ങളും അതേപോലെ തന്നെ നാശനഷ്ടങ്ങളും ഒരു പക്ഷേ ജീവഹാനി വരെ സംഭവിച്ചാലും അത് തടയാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് വനഭൂമിയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ആ വന്യജീവികൾ നടന്നുകൊണ്ടിരുന്ന പാത അതുങ്ങൾക്ക് നടക്കാൻ വേണ്ടി യഥേഷ്ടം നടക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അവിടുത്തെ നിർമ്മാണങ്ങൾ കർശനമായിട്ട് തടയുക. മറ്റൊന്ന്, അവിടെ വിൽക്കുന്ന സാധനങ്ങൾ എന്താ? കട്ട് ഫ്രൂട്ട്സ് ആണ്. അതായത് പൂളി വച്ചിരിക്കുന്ന നമ്മുടെ പഴങ്ങളാണ് വിൽക്കുന്നത്. ഈ
ഇവിടെ എത്രയോ കിലോമീറ്റർ ദൂരത്ത് നിന്ന് അതിൻ്റെ മണം പിടിച്ച് വന്യജീവികൾ അവിടെ എത്തും ആ പഴങ്ങൾ കഴിക്കാൻ. അപ്പോൾ ഇതേപോലത്തെ കച്ചവടങ്ങൾ നിരോധിക്കണമെന്ന് എത്രയോ കാലമായിട്ട് ആവശ്യപ്പെടുന്നു. ആ മേഖലയിൽ ഇതേപോലെയുള്ള കട്ട് ഫ്രൂട്ട്സിൻ്റെ കച്ചവടം നിരോധിക്കണം. അങ്ങനെ നിരോധിച്ചുകൊണ്ട് ആ നിരോധനത്തിലൂടെ വന്യജീവികളെ ആകർഷിക്കാത്ത രീതിക്കുള്ള കച്ചവടങ്ങളിലേക്ക് മാറണമെന്ന് പറഞ്ഞിട്ട് അതിന് പോലും തയ്യാറല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം അത് സർക്കാർ കൂടി അതിൽ സ്റ്റാൻഡ് ഉണ്ട്. സർക്കാരിന്റെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒപ്പം തന്നെ സ്വയം ജാഗ്രത എന്നത് കൂടി താങ്കൾ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ കണ്ണൂരിലേക്ക് സ്ഥിതി നോക്കൂ. കണ്ണൂർ ആയാലും വയനാടായാലും, കണ്ണൂരിൽ ഇപ്പോൾ ഒരു കടുവ ഒരു ജനവാസ മേഖലയിലേക്ക് എത്തി അതിന്റെ ഒരു സാന്നിധ്യം അറിയുകയാണ്. ആ മേഖലയിലുള്ള ആളുകളുടെ ഒരു ഭീതി നോക്കൂ. എത്രത്തോളം അവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷാകാലമാണ്. അവിടെ കുടിയേറ്റ മനുഷ്യർ ഒരുപാട് വസിക്കുന്ന ഒരു മേഖലയാണ്. ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പൊട്ടിമുളച്ചവരല്ല. അപ്പോൾ ഈ കാടിറങ്ങുന്ന വന്യമൃഗങ്ങൾ, അതിൻ്റെ നമ്മുടെ കാലാവസ്ഥ മാറുന്നു, ചൂട് കാലമാണ്. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ സ്വീകരിക്കാവുന്ന നമ്മുടെ സംവിധാനങ്ങൾ വെച്ച് സ്വീകരിക്കാവുന്ന, അതായത് ഒരു സ്റ്റേറ്റിൻ്റെ റോൾ എത്രത്തോളമുണ്ട്, അവിടെ ഈ വകുപ്പിൻ്റെ റോൾ എത്രത്തോളമുണ്ട്, ഇടപെടൽ എങ്ങനെ സാധ്യമാകും? അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, വന്യജീവികൾക്ക് തീറ്റയും വെള്ളവും ഉറപ്പാക്കുക. നമ്മുടെ സർക്കാർ തന്നെ പ്രോത്സാഹിപ്പിച്ച് നട്ടു വളർത്തിയിരിക്കുന്ന അധിനിവേശ സസ്യങ്ങൾ, യൂക്കാലി, അതേപോലെ അക്വേഷ്യ തുടങ്ങിയ കൃഷിരീതികൾ പരിപൂർണമായിട്ട് അവസാനിപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായ വനങ്ങളും പുൽമേടുകളും വളരാനുള്ള അവസരം ഉണ്ടാക്കുക. അങ്ങനെ വന്നാൽ അവിടെ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടാവില്ല, തീറ്റയുടെ ക്ഷാമം ഉണ്ടാവില്ല. അപ്പോൾ എക്കോ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ് ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്ന പുതിയ സംവിധാനം എത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്തുകൊണ്ട് അതിന് കൂടുതൽ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഈ സന്നദ്ധ സംഘടനകളുടെയും അതേപോലെ വിദ്യാർത്ഥികളുടെയൊക്കെ സഹകരണത്തോടു കൂടി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കാൻ സാധിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ള കാര്യം. ശ്രീ ജയചന്ദ്രൻ, അവിടെയാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ഈ സ്റ്റേറ്റിന്റെ റോൾ എന്നുള്ളത്. കാരണം ഇതിന്റെ ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട വനം വകുപ്പ് പര്യാപ്തമാണോ? ഏറ്റവും ഒടുവിലായി മാതൃഭൂമി ന്യൂസ് കഴിഞ്ഞ ദിവസം കൊടുത്ത റിപ്പോർട്ട് 7 മാസമായി വനം വകുപ്പിലെ വാച്ചർമാർക്ക് ഈ ശമ്പളം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആവശ്യത്തിന് വേണ്ട സൗകര്യങ്ങൾ അവർക്കില്ല. മാത്രമല്ല, ഈ മഞ്ഞക്കൊന്ന അധിനിവേശ സസ്യങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ജാഗ്രത ഇനിയും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് എത്രത്തോളം ആ ഒരു ഭൂമി കവരുന്നു, ആ ഭൂമിയെ വിഴുങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൃഗങ്ങളോടൊക്കെ കാട് ഇറങ്ങി നാട്ടിലേക്ക് വരുന്നതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുമ്പോൾ തമിഴ്നാട് സ്വീകരിക്കുന്ന, വനംവകുപ്പ് സ്വീകരിക്കുന്ന ചില മാതൃകകളുണ്ട്. ഈ മഞ്ഞക്കൊന്ന അത് യൂസ്ഫുള്ളാക്കി പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊണ്ടുപോകുന്നു, മുറിച്ച് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഓരോ സ്റ്റേറ്റിൽ സ്വീകരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇങ്ങനെ മുതലക്കണ്ണീർ ഒഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായൊരു പോളിസിയോ, അങ്ങനെ പോളിസി ഉണ്ടാക്കാൻ നമ്മുടെ പോളിസിയിൽ എക്സ്പേർട്ടായിട്ടുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. ഇന്ന് തന്നെ എനിക്ക് ദയനീയമായിട്ട് തോന്നി. ദയവായി ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, നമ്മുടെ മന്ത്രിയുടേതായ ഒരു പ്രസ്താവന TV കാണുകയുണ്ടായി. പടയപ്പെ തുരത്താൻ ശ്രമിക്കും, കാട്ടിലേക്ക് കയറിപ്പോയില്ലെങ്കിൽ വെടിവെക്കുന്നു. ഇദ്ദേഹത്തിന് മിണ്ടിയാൽ ഈ വെടിവെക്കുന്ന കാര്യമല്ലാതെ പ്രായോഗികമായ ഒരു പരിഹാരത്തിനും അദ്ദേഹം മുൻകൈയെടുക്കുന്നില്ല എന്നാണ്. അദ്ദേഹം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഭരണകൂടത്തെയാണ്. ആ ഭരണകൂടം മുൻകൈയെടുക്കുന്നില്ല. അപ്പോൾ പ്രായോഗികമായ പരിഹാരങ്ങൾ നിലനിൽക്കെ അത് അവഗണിച്ചുകൊണ്ട് ഈ മുറിവിൻ്റെ മേലെ മരുന്ന് പുരട്ടുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ വനം വകുപ്പും ഭരണാധികാരികളും സ്വീകരിക്കുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് പ്രായോഗികമായിട്ട് അടിയന്തരമായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ RRTയുടെ എണ്ണം കൂട്ടുക. ഇപ്പോൾ മൂന്നാറിനെ സംബന്ധിച്ച് 3 RRT ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ആ 3 RRTയിൽ എന്തോരം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്? അവർ പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം എന്താ? അവർക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ്സും അവർക്ക് കൊടുത്തിട്ടില്ല. വേണ്ട ഒരു ടോർച്ച് പോലും മര്യാദയ്ക്ക് കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. സെർച്ച് ലൈറ്റ് ഇല്ല, വാക്കി ടോക്കി ഇല്ല.
അതേപോലെ തന്നെ വനവുമായി ജയചന്ദ്രൻ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഇത്രയും സംഭവങ്ങൾ, എത്രയോ ജീവനെടുത്ത് എത്രയോ വിലാപങ്ങളെ, കുഞ്ഞുങ്ങളുടെയൊക്കെ വിലാപങ്ങൾ കേട്ടിട്ട് കൂടി ഈ സംസ്ഥാന സർക്കാർ ഈ വനം വകുപ്പ് മന്ത്രിയെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല, കൊണ്ടുപോയിക്കോട്ടെ, പക്ഷേ അതൊരു ജാഗ്രത. ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റിയൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സ്റ്റേറ്റ് ലെവലിൽ ഒരു മോണിറ്ററിംഗ് കൃത്യമായി നടക്കുന്നുണ്ടോ? മന്ത്രി ഇടപെട്ടുകൊണ്ട് അതാത് മാസങ്ങളിലോ അല്ലെങ്കിൽ ആഴ്ചകളിലോ ഈ സംഭവത്തിന്റെ എങ്കിലും അടിസ്ഥാനത്തിൽ ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ടോ? അതുപോലും ഇല്ലാതെ ഈ വകുപ്പ് അതപ്പതിച്ച് അങ്ങേയറ്റം കുത്തഴിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാഥനില്ലാ കളരിയാണ്. അത് തന്നെ ഇപ്പം ജില്ലാതലത്തിൽ എവിടെയാണ് മോണിറ്ററിങ് നടക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. ഏറ്റവും കൂടുതൽ സംഘർഷം നടക്കുന്ന ഒരു മേഖലയായിട്ട് നിരന്തരം ബന്ധപ്പെടുന്നയാളാണ്. പക്ഷേ ഒരു ഭരണകൂട തലത്തിലൊരു മോണിറ്ററിങ് നടത്തി പരിഹാരം നിശ്ചയിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മാറ്റിവെക്കാൻ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് എൻവയറൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ചും അതേപോലെ WWFും പ്രോജക്റ്റ് എലിഫൻറ്റും കൂടെ ചേർന്ന് മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാമെന്നുള്ളതിനെക്കുറിച്ച് ഒരു സമഗ്രമായ ഹാൻഡ് ബുക്കും രേഖയും ഇറക്കിയിരുന്നു. ആ രേഖ ഇറക്കി അതിൽ നിരവധിയായ ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളുണ്ട്. സാമ്പത്തിക മുടക്ക് ഇല്ലാതെ പോലും ചെയ്യാവുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. എന്തുകൊണ്ട് അത് നടപ്പാക്കാൻ നമ്മുടെ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല? അവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. തീർച്ചയായും ശ്രീ ജയചന്ദ്രൻ, ഈ തിരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും ആ ജനങ്ങളോടൊന്ന് ഒന്ന് കനിവ് കാണിക്കണം ഈ സർക്കാർ എന്നേ നമുക്ക് പറയാനുള്ളത്. ശ്രീ ജോസഫ്, കണ്ണൂരിലെ കടുവ ഇറങ്ങിയ പ്രദേശത്തുള്ള ആളാണ്. ശ്രീ ജോസഫ്, താങ്കൾക്ക് കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു, കരുതുന്നു. എന്താണ് ആ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്ന തീ തിന്ന് ജീവിക്കേണ്ട സ്ഥിതിയാണോ? കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, ഒരു നായ പോലും റോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു കുട്ടി നായിൽ നിന്നും അകറ്റുക എന്നത് നമ്മളെ സംബന്ധിച്ചോളം വലിയൊരു ഭീതിയായി മാറും. അവിടുത്തെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്ന് വിവരിച്ചാൽ. ഇവിടെ ഇപ്പോൾ കടുവയെ കണ്ടിട്ട് ഏതാണ്ട് ഒരാഴ്ചയായി. ആദ്യമേ ഒരു ഒരാഴ്ച മുമ്പ് വെളുപ്പിന് ഒരു 4 മണിക്ക് എയർപോർട്ടിൽ പോയിട്ട് വരുന്ന ഒരാളുടെ കാറിൻ്റെ മുമ്പിലാണ് കടുവ ചാടുന്നത്. അതായത് ഒരാളുടെ വീടിൻ്റെ തൊഴുത്തിൻ്റെ സൈഡിൽ നിന്ന് ആ സൈഡിൽ കൂടെയാണ് ആ റോഡ് പോകുന്നത്. അങ്ങോട്ട് ചാടുമായത് കടുവ. അവർ ചുറ്റിപ്പോയി. അപ്പോൾ അത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാനോ ഒന്നും നടന്നില്ല. പെട്ടെന്ന് ആകസ്മികമായിട്ടാണല്ലോ കാണുന്നത്. അത് പരാതി പറഞ്ഞപ്പോൾ, വ്യാപകമായി പരാതി പറഞ്ഞ ശേഷം ഫോറസ്റ്റുകാർ വന്ന് ഡിപ്പോർട്ടിൽ ആൾ വന്ന് അവിടെ പരിശോധന നടത്തി കാൽപ്പാടുകൾ കാണിച്ചു കൊടുത്തു. വാഴ വെച്ച സ്ഥലമായിരുന്നു, വാഴ നനയ്ക്കുന്നതിനാൽ ചെളിയുണ്ടായിരുന്നു, കാൽപ്പാടുകളെ കണ്ടു. എങ്കിലും അവരത് കടുവയാണെന്ന് ഉറപ്പിക്കാൻ തീരുമാനിച്ചില്ല. കടുവയാണെന്ന് അവർക്ക് ഉറപ്പിക്കാൻ തീരുമാനിക്കുന്നത് അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. ഈ കടുവയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കത് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലായി. അവരത് കടുവയാകാൻ സാധ്യതയില്ല, പുലിയായിരിക്കാം, അല്ലെ മറ്റെന്തെങ്കിലും ജീവികളായിരിക്കാം എന്ന രീതിയിൽ, പട്ടിയാണോ എന്നുവരെ സംശയിച്ചവർ. അങ്ങനെ പോയതിനു ശേഷം ഒരു ദിവസത്തിന് ശേഷം വീണ്ടും അതിനോടടുത്ത സ്ഥലത്ത് കടുവയുടെ കാൽപ്പാട് കണ്ടു. അപ്പോഴും വിവരം അറിയിച്ചു. ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ വന്നു. പിടിക്കാനുള്ള നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് തന്നെ പറയാം. അതിനുശേഷം 3-ാമത്തെ ദിവസവും അതേ സ്ഥലത്ത് കടുവയുടെ കാൽപ്പാട് കണ്ടതിന് ശേഷമാണ് ഒരു കൂട് വെക്കാനുള്ള താല്പര്യം കാണിച്ചത്. പക്ഷേ കൂടി വെച്ചെങ്കിലും ശ്രീ ജോസഫ്, വിളിച്ചാലൊക്കെ വനം വകുപ്പ് സംഘങ്ങൾ എത്താറുണ്ടോ? വനം വകുപ്പ് സംഘത്തിന് അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അവർക്ക് ഈ നേരിടാനുള്ള, അല്ലെങ്കിൽ ഈ മൃഗങ്ങളെയൊക്കെ പായിക്കാനുള്ള, അല്ലെങ്കിൽ കാട്ടിലേക്ക് കയറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ പര്യാപ്തമാണോ? നമ്മൾ മനസ്സിലാക്കേണ്ടതോളം എന്ന് വെച്ചാൽ, വിളിച്ചു കഴിഞ്ഞാൽ വരാൻ തന്നെ താമസമുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ സംവിധാനങ്ങൾ വളരെ മോശമാണ്. കാരണം ഈ പ്രദേശത്തുള്ള വന്യമൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ജീവനക്കാർക്ക് കൊണ്ടു നടക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. അപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അവർ വിചാരിക്കുന്നതിനപ്പുറത്താണ് വന്യമൃഗങ്ങളുടെ ആധിക്യം. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ആന സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരാന വന്നു കഴിഞ്ഞാൽ അതിനെ ഓടിച്ച് അക്കരെ കയറ്റുമ്പോൾ ഇപ്പുറത്തോട്ട് 2 ആന ഇപ്പുറത്തിറങ്ങും. ആനമതിലുണ്ട് ഇവിടെ. അതിൻ്റെ പോയ സ്ഥലങ്ങളിലൂടെയും ഹൈറ്റ് കുറഞ്ഞ സ്ഥലങ്ങളിലൂടെയും ആനമതിൽ കടന്നു ആന വരുന്നുണ്ട്. ആനമതിൽ വന്നതുകൊണ്ടാണ് നിലവിൽ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് തന്നെ. ഇല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ നേരത്തെ തന്നെ ആളുകൾ ഒഴിവായിക്കൊണ്ട് വന്നേനെ. ആനയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ കടുവയെ കണ്ടതിന് ശേഷം ഞാൻ പറയട്ടെ, കടുവയെ കണ്ടതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് റബ്ബർ വെട്ട് കഴിഞ്ഞ് വരുന്നൊരു തൊഴിലാളിയാണ് മെയിൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നൊരു കടുവയെ കാണുന്നത്. ആ കടുവ ഇവരെ കണ്ടുകൊണ്ട്, സ്കൂട്ടറിനാണ് 2 പേര് വരുന്നത്, ഇവരെ കണ്ടുകൊണ്ട് കടുവ തിരിഞ്ഞു നിന്നു. ഓടിപ്പോയില്ല, റോഡ് കടന്നിട്ട് കടുവ തിരിഞ്ഞു നിന്നു. തിരിഞ്ഞു നിന്ന കടുവയെ കണ്ട് ഇവർ പേടിച്ച്
കുറച്ചു നേരം നിന്നതിന് ശേഷമാണ് ആ സഹോദരൻ, അവൻ്റെ ഒരു ബോബി എന്നാണ്, അവൻ ധൈര്യം സംഭരിച്ച് അവൻ ഇതിക്ക് മുമ്പും പല പ്രാവശ്യം, അതായത് റബ്ബർ തോട്ടത്തിൽ വെച്ച് പല പ്രാവശ്യം കടുവകളെ കണ്ടിട്ടുണ്ട്. ആ ഒരു ധൈര്യം കൊണ്ടാണ് അവൻ ആ കടുവയുടെ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്തത് എവിഡൻസ് ആയതിന് ശേഷമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണർന്ന് പ്രവർത്തിക്കുന്നതും ഇവിടെ വരുന്നതും. അങ്ങനെ അന്വേഷിച്ചു, കടുവ അതിൻ്റെ വഴിക്ക് പോയി കണ്ടില്ല. ആനമതിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആറളം വൈൽഡ് ലൈഫ് ഏരിയയാണ്, അങ്ങോട്ട് കടന്നു പോയെന്ന് അവർ പറഞ്ഞു. പക്ഷേ യഥാർത്ഥത്തിൽ കടുവ അപ്പുറം പോയില്ല. ഞങ്ങളുടെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി പറഞ്ഞു, പേടിക്കണ്ട, അത് കടന്നു പോയെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കടുവ ഒരു കൃഷിയിടത്തിൽ ഒരു തോട്ടിൽ ഉള്ളതായി വിവരം ലഭിച്ചു. അപ്പോൾ ഫോറസ്റ്റുകാരെ വിവരം അറിയിച്ചു. അവർ പെട്ടെന്ന് വന്നു. സഡൻ ആക്ഷൻ ആയിരുന്നു, അതിന് കുറ്റം പറയാമല്ലോ, സഡൻ ആക്ഷൻ ആയിരുന്നു. പക്ഷേ രാവിലെ 9 മണിക്കോ 10 മണിക്കോ മറ്റോ കടുവ അവർ കണ്ടതാണ്. അതിനെ അവർ സ്കെച്ച് ചെയ്തു, ഫോട്ടോ എടുത്തു. കടുവയുള്ള സ്ഥലം നാട്ടുകാരോട് ചെന്നപ്പോൾ കാണിച്ചു തന്നത് ഇന്ന സ്ഥലത്ത് കടുവയുണ്ട്, നിങ്ങളാരും അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ അതിനെ സ്കെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ചുറ്റും ആളുകൾ നിൽപ്പുണ്ട്, ഞങ്ങളുടെ ആളുകൾ, വൈകുന്നേരത്തിനുള്ളിൽ അതിനെ പിടിക്കും. ഞങ്ങൾക്ക് സമാധാനമായി. ഞങ്ങൾ വളരെ സമാധാനമായിട്ട് ഇവർ കടുവയെ പിടിക്കുന്നതും കാത്തിരുന്നു. അപ്പോൾ MLA വന്നു, ഇവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, അങ്ങനെ ജനപ്രമാണികളായ എല്ലാ ആളുകളും വന്നിരുന്നു. MLA മന്ത്രിയെ വിളിക്കുകയും നമ്മുടെ വനം മന്ത്രി അല്പസമയത്തിന് ശേഷം തിരിച്ച് MLA വിളിച്ചിട്ട് പറഞ്ഞു, കടുവയെ മയക്കുപിടി വെക്കാനുള്ള ആൾ വയനാട്ടിലില്ലാത്തതിനാൽ കാസർഗോഡ് നിന്ന് വരുന്നുണ്ട്, നിങ്ങൾ ബേജാറാണ്ട, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 6 മണിയോടുകൂടി ജോസഫ് എന്തായാലും വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗൗരവത്തോടെ കേൾക്കേണ്ടതാണ്. വനം വകുപ്പൊക്കെ അത് ശ്രദ്ധിക്കട്ടെ. എന്തായാലും അടിയന്തര പരിഹാരം ഈ വിഷയത്തിൽ എന്തായാലും ഉണ്ടാകട്ടെ. അത് ഉടനടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇനിയും ആ ജനങ്ങൾക്ക്, ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് സ്വൈര്യമായി അവർക്ക് ജീവിക്കണം. കടുവയോടും കാട്ടുപോത്തിനോടും പുലിയോടുമൊക്കെ മല്ലിട്ട് ഓരോ നിമിഷവും ആദിയോടുകൂടി ആ ജനത മുന്നോട്ട് പോവുകയാണ്. 2 വിഷയങ്ങളാണ് കടുവയുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ സാഹചര്യം, ഒപ്പം പടയപ്പയുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ സാഹചര്യവുമാണ് 2 അതിഥികളും വിവരിച്ചത്.